എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് ക്രിസ്മസിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്കിത് നേരത്തെ തന്നെ ചെയ്തു വെക്കാം. ഇത് ഒരു മാസം വരെയെങ്കിലും നമുക്ക് മിനിമം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഗോവൻ സ്നാക്കായ കൽക്കൽ ആണ്. ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് റവയാണ്. മൈദ എടുക്കുന്നതിൻ്റെ 4/1 അളവിലാണ് റവ എടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ബട്ടറും 1 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലാത്തവർ അതിന് പകരമായിട്ട് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ 1 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചാൽ മതി. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ്. ചേർത്തിരിക്കുന്ന കൂട്ടുകളെല്ലാം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചേർത്തിരിക്കുന്ന ബേക്കിംഗ് പൗഡറും ബട്ടറും ഒക്കെ ഈ മൈദയിൽ നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മാത്രമേ ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുള്ളൂ. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് ശേഷം പഞ്ചസാര കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പഞ്ചസാര അങ്ങനെ ചെയ്തെടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ സമയത്ത് കൂടുതൽ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ്. മുട്ടയുടെ വെള്ള മാത്രമായിട്ട് ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് മുട്ട ഒഴിവാക്കാം. മുട്ട ചേർത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഏകദേശം ഒരു അരമുറി തേങ്ങ ചിരകിയതിൻ്റെ തേങ്ങാപ്പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഈ കൂട്ടൊന്ന് കുഴച്ചെടുക്കാം. തേങ്ങാപ്പാൽ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതിന് പകരമായിട്ട് പശുവിൻ പാൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കൽക്കലിനുള്ള മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനി മിനിമം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ഇവിടെ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി ചെറിയ ബോളുകളായിട്ടെടുത്ത് ഷേപ്പ് ചെയ്തെടുക്കണം. ഷേപ്പ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ ഫോർക്കാണ് ഞാൻ എടുക്കുന്നത്. ഉപയോഗിക്കാത്ത ചീപ്പുണ്ടെങ്കിൽ അതും ഇതിനു വേണ്ടിയിട്ട് എടുക്കാം. കൽക്കലിൻ്റെ മോൾഡുള്ളവർക്ക് അതും ഉപയോഗിക്കാം. മാവ് കുറേശ്ശെയായിട്ടെടുത്ത് ചെറിയൊരു ഓവൽ ഷേപ്പാക്കി എടുക്കാം. അതിനുശേഷം ഒരു ഫോർക്കിന് മുകളിൽ കുറച്ച് എണ്ണ തടവിന് ശേഷം ഇതുപോലെയൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ ഫോർക്കിൻ്റെ സൈഡിലും കൂടി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഷേപ്പായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഷേപ്പ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും. ഷേപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അറ്റം ഈ ഫോർക്ക് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ കൽക്കൽ ഷേപ്പ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ചൂടായതിനു ശേഷം മാത്രമേ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്തെങ്കിൽ മാത്രമേ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ സ്നാക്കെല്ലാം പൊട്ടി ഇതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോകും. ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തെങ്കിൽ മാത്രമേ ഈ സ്നാക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അത് വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. കൽക്കലിൻ്റെ ആദ്യത്തെ ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറാകുമ്പോൾ ഇത് വറുത്ത് കോരിയെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ഷുഗർ കോട്ടിങ് ചെയ്ത് കൊടുക്കണം. 1/2 കപ്പ് പഞ്ചസാര ഇവിടെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ നേർപകുതി അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര അലിഞ്ഞതിന് ശേഷം നന്നായിട്ട് പത വരാൻ തുടങ്ങുമ്പോൾ തൊട്ട് ഇത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇതിൽ നിന്ന് കുറേശ്ശെ പഞ്ചസാര പാനി എടുത്ത് ഒരു വെള്ളത്തിൽ കുറച്ചൊഴിച്ചതിന് ശേഷം ഇതൊന്ന് ചെക്ക് ചെയ്തെടുക്കാം. ഓരോ മിനിറ്റും ഇടവിട്ട് ഈ പഞ്ചസാര പാനിയുടെ പാകം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പഞ്ചസാര പാനി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് അലിഞ്ഞു പോകുകയാണെങ്കിൽ ഇത് പാകമായില്ലെന്ന് മനസ്സിലാക്കാം. പഞ്ചസാര പാനി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അലിയാതെ കിടക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് പാകമായെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ കല്ല് പോലെയാകുന്ന ആ ഒരു സ്റ്റേജും വേണ്ട. ഇവിടെ ഇപ്പോൾ പഞ്ചസാര പാനി പാകമായിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര പാനി ഒരുപാട് സമയം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കൽക്കൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വളരെ എളുപ്പത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര പാനി ഈ സ്നാക്കിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നതുവരെ ഇളക്കി കൊടുക്കാം. മധുരം താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു ഭാഗം ഒഴിവാക്കാം. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവരും ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും.
പഞ്ചസാര കോട്ട് ചെയ്ത് 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പാകത്തിൽ പഞ്ചസാര ആയി വരും. ഇന്നത്തെ ഈ കറുമുറ സ്നാക്ക് ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.